ഹായ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഫേസ് വാഷിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്നെ പ്രോൺ സ്കിന്നുകാർക്കും ഓയിലി സ്കിന്നുകാർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് വാഷിൻ്റെ കാര്യം. അത് ഈ ഫേസ് വാഷാണ്. ഇതാണ് ആക്മെഡ് എന്ന് പറയുന്ന ഫേസ് വാഷ്. ഈ ഫേസ് വാഷ് ആക്ച്വലി ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് പോലും ഓയിലി സ്കിന്നുകാർക്കും അതേപോലെ ആക്നെ പ്രോൺ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഫേസസിൽ കൂടുതലായിട്ടും ഈ പിമ്പിൾസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റീസൺ ഒന്ന് ഓയിലി സ്കിന്നുകാർക്ക് ഒരു മേജർ റീസൺ ആണ് ഈ ഓവറായിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ. അപ്പം ആ ഓയിൽ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ ഫേസസിൽ ബാക്ടീരിയൽ ആക്ഷൻസ് നടക്കും. അപ്പം ഈ ഫേസ് വാഷ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ടീട്രിയോൾ എന്ന് പറയുന്നൊരു കണ്ടന്റ് ഉണ്ട്. ആ കണ്ടന്റ് ഈ ബാക്ടീരിയക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ളൊരു ആക്ഷൻ നടത്തും. ഒരു ക്ലെൻസിങ് ആക്ഷൻ ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഓയിൽ പ്രൊഡക്ഷൻ, ഈ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓയിലിക്കാർക്ക് മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റാണ് ഫേസ് വാഷാണ് ആക്മെഡിൻ്റെ ഫേസ് വാഷ് എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു മേജർ കണ്ടന്റ് ആണ് സാലിസിലിക് ആസിഡ്. സാലിസിലിക് ആസിഡ് ഓൾമോസ്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പോലും ആ ഒരു കണ്ടന്റ് എന്താ ചെയ്യുക, നമ്മുടെ ഫേസസിലുള്ള ആക്നീസിനെയൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കണ്ടന്റ് ആണ് സാലിസിലിക് ആസിഡ്. അതേപോലെ തന്നെ നമുക്കറിയാം ഈ ഫേസ് വാഷ് ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഗ്രാന്യൂൾസ് ഉണ്ട്. ഈ ഗ്രാന്യൂൾസ് പിമ്പിൾസിനെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കമ്പോണൻ്റ് ആണ്. അത് ഫേസിൽ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അത് നമ്മുടെ സ്കിന്നിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. അതേപോലെ ചില ടൈമിലൊക്കെ ഡെയിലി ഒന്നും ഞാൻ യൂസ് ചെയ്യില്ല ഈ ഒരു ഫേസ് വാഷ്. പുറത്ത് നല്ല വെയിലുണ്ട്, അല്ലെങ്കിൽ ടാൻ അടിച്ചെന്നൊക്കെ തോന്നുവാണ്, അല്ലെങ്കിൽ നല്ല ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷാണ് ഇത്. ഡെയിലി ഇല്ല, ഞാൻ ഇതാണ്, ദിസ് ഇസ് മൈ ഫേവറേറ്റ്. കാരണം എൻ്റെത് ഒരു ആക്നെ പ്രോൺ സ്കിന്നും ഓയിലി സ്കിന്നും ആണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ആക്മെഡ് ആണ്. ഡെയിലി 2 times ആണ് യൂസ് ചെയ്യാറ്. ചില സിറ്റുവേഷൻസിലൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നതാണ് എത്തിക്ലോഡ് ഫേസ് വാഷ്. എല്ലാവരും, അതായത് ആക്നെ ഒന്നും ഇല്ല, റെഗുലറായിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ മസ്റ്റ് ട്രൈ ഒരു പ്രൊഡക്റ്റ് ആണ്. അതായത് നമ്മുടെ സ്കിന്നിന് നല്ല ബ്രൈറ്റനിങ് തരും. ബിക്കോസ് ഇതിനകത്തൊരു മേജർ കണ്ടന്റ് എന്ന് പറയുന്നത് ഗ്ലൂട്ടാത്തയോൺ ആണ്. ഈ 2 ഫേസ് വാഷും നമുക്ക് അഫോർഡബിൾ ആണ്. ഇതിൻ്റെ MRP വരുന്നത് 260 ഇതിൻ്റെ MRP വരുന്നത് 220 ആണ്. ഇത് അഫോർഡബിൾ ആയിട്ടുള്ള ഒരെണ്ണമാണ്. പിന്നെ അതേപോലെ നമ്മൾ എന്ത് കാര്യം, അതായത് ഫേസ് വാഷ് ആണെങ്കിലും മോയ്സ്ചറൈസർ ആണെങ്കിലും സൺസ്ക്രീൻ ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുമ്പം നമ്മളൊരു ഡെർമറ്റോളജിസ്റ്റിനെ ഒരു കോസ്മെറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇത് രണ്ടും എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്നതും എൻ്റെ സ്കിൻ ഡോക്ടർ തന്നെയാണ്, ഡോക്ടർ തന്നെയാണ്. ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും, ഒരു ഡാൻസറാണ്, അപ്പോൾ ഒരു മേക്കപ്പ് പോലും ഞാൻ യൂസ് ചെയ്യണമെങ്കിൽ ഡോക്ടറോട് ഡിസ്കസ് ചെയ്യും. കാരണം നമ്മുടെ ഫേസ് ആണ്. ഇപ്പോൾ ആക്ച്വലി എൻ്റെ ഫേസിൽ കുറച്ച് ട്രീറ്റ്മെൻറ്റുകൾ കാര്യങ്ങൾ ഈ പിമ്പിൾസിന് ചെയ്യുന്നുണ്ട്. നമ്മൾ എപ്പോഴും ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ, ഫേസിൽ എന്തൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും അതൊരു കോസ്മെറ്റോളജിസ്റ്റുമായി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ ഇത് ആക്നെ പ്രോൺ സ്കിൻകാർ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. യു വിൽ ഗെറ്റ് എ ബെറ്റർ റിസൾട്ട്. ഇത് ഫോർ ലൈറ്റനിങ്ങിനാണ്, സ്കിൻ ലൈറ്റനിങ്ങിന് ഇത്